നമ്മൾ മെറ്റാമാസ്കിൽ എങ്ങനെയാണ് ഒരു യുബിറ്റിൻ്റെ ഐഡി അടിക്കുന്നത് അല്ലെങ്കിൽ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കാം. മെറ്റാമാസ്ക് എടുക്കുക. ഇവിടെ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. ചിലപ്പോൾ ഈ ഭാഗം ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൽ കാണുന്നുണ്ടാവില്ല. ഫസ്റ്റ് മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡാണ് ചോദിക്കുക. നമ്മുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെറ്റാമാസ്കിന് നമ്മളൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ അൺലോക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എത്തേറിയം എന്ന് പറഞ്ഞിട്ടുള്ള എത്തേറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിനാണ് ഇപ്പോൾ നമുക്കിതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, യുബിറ്റിൻ്റെ ബ്ലോക്ക് ചെയിൻ നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ എത്തേറിയം എന്ന് എഴുതിയ മുകളിൽ കാണുന്നതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ആരോ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്തേറിയം മെയിൻ നെറ്റ്, അതേപോലെ തന്നെ കുറച്ച് നെറ്റ്വർക്കുകളും ബ്ലോക്ക് ചെയിനുകളും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ BNB സ്മാർട്ട് ചെയിൻ മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നാലാമതായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നത് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യാം. അത് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും, അക്കൗണ്ട് എന്ന് എഴുതിയതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും BNBയുടെ എംബ്ലം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ നിങ്ങൾക്ക് 5 ചിഹ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ, 5 എംബ്ലം. ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് ഞാനിപ്പം ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലായിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഒട്ടും ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നൊരാൾക്ക് ജസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കി ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴെ 5 ചിഹ്നങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ബ്ലൂ കളറിലൊരു പേഴ്സിൻ്റെ പോലത്തെ ഒരു ചിഹ്നം, ഒരു എംബ്ലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അസറ്റ് വാലറ്റിന്, അതായത് നമ്മളുടെ അസറ്റുകൾ, നമ്മളുടെ ഈ ക്രിപ്റ്റോ അസറ്റുകൾ, നമുക്ക് എന്തൊക്കെ സമ്പാദ്യം ഉണ്ടോ അത് സൂക്ഷിച്ച് വെക്കാനുള്ള വാലറ്റാണ്, പേഴ്സാണത്. ഓക്കെ, അതിൻ്റെ എംബ്ലമാണത്. രണ്ടാമതൊരു ക്ലോക്കിൻ്റെ പോലത്തെ ഒരു എംബ്ലം കാണാം. മൂന്നാമത് ബ്ലൂ കളറിൽ തന്നെ താഴേക്കും മുകളിലേക്കും ഒരു ആരോ കാണാം. നാലാമത് ഒരു കണ്ണിൻ്റെ പോലത്തെ റൗണ്ട് എംബ്ലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ബ്രൗസർ. നമ്മൾ അതിൽ ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അഞ്ചാമതൊരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ബ്രൗസറിൽ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത നമ്മുടെ BNB നെറ്റ്വർക്കിലൂടെ നമ്മുടെ യുബിറ്റിൻ്റെ നെറ്റ്വർക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു മുൻപ് ഞാൻ ജസ്റ്റ് മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഈ പേഴ്സിൻ്റെ പോലത്തെ ഈ വാലറ്റ് എംബ്ലമാണ് ഇപ്പോൾ നമുക്കിവിടെ കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ BNBയുടേതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നമ്മളുടെ നെറ്റ്വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് USC വാലറ്റ് നമുക്കിവിടെ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ നെറ്റ്വർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഐഡിയ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തേറിയം നെറ്റ്വർക്ക് ആയിരിക്കും സാധാരണഗതിയിൽ കിടക്കുന്നത്. അത് മാറ്റി BNB ആക്കുക. BNBക്ക് ശേഷം നമ്മൾ ബ്രൗസർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ സെർച്ച് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ubitscan.io എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ubitscan.io, ubitscan.io. താഴെ നിങ്ങൾക്ക് ഗോ എന്നുള്ളത് കാണാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് യുബിറ്റ്സ്കാൻ്റെ ബ്ലോക്ക് ചെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതിങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഏറ്റവും താഴെ വരുന്ന സമയത്ത്, ഓക്കെ, യുബിറ്റ്സ്കാൻ എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണാം. അപ്പോൾ അവിടെ ആഡ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഒരു ചെറിയ നരിയുടെ മുഖമുള്ള ഒരു എംബ്ലമുള്ള അതിന് നേരെ ആഡ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ
അവിടെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മൾ കൺഫേം എന്ന് കൊടുക്കുക, സ്വിച്ച് ഇറ്റ് നെറ്റ്വർക്ക് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. യുബിറ്റ് സ്കാൻഡ് ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഈ എംബ്ലം, പേഴ്സിൻ്റെ എംബ്ലം എടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ, യു എന്നാണ് അവിടെ കിടക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ അത് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ USC വാലറ്റും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, USC വാലറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് യുബിറ്റ് വാലറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ID അടിക്കാൻ പോകുന്നത്. അപ്പോൾ ID അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ubitscan.io അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ചിൽ വീണ്ടും പോയിട്ട് നമുക്ക് മുകളിലുള്ള സെർച്ച് ഓപ്ഷനിൽ നിലവിലുള്ള അഡ്രസ്സ് നമ്മൾ മാറ്റി നമ്മൾ യുബിറ്റ് ഡോട്ട് യൂണിറ്റി മെറ്റ ഡോട്ട് IO ഓക്കെ, സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഓൾറെഡി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അക്കൗണ്ടിലാണ് നമ്മളുടെ ID ക്രിയേറ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വാലറ്റ് ചെയിന് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അക്കൗണ്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെ താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞതിൻ്റെ താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ആ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ID അടിക്കാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് റെഫറൽ ID എന്നുള്ളിടത്ത് നമ്മൾ റെഫറൽ നെയിം കൊടുക്കുക. ഓക്കെ, ഏത് വ്യക്തിയുടെ താഴെയാണോ നമുക്ക് ഈ ID വരേണ്ടത് അവരുടെ റെഫറൽ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അവരുടെ റെഫറൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ താഴെ ഈ ID വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആരുടെ താഴെയാണോ വരേണ്ടത് അവരുടെ റെഫറൽ നെയിം, അവരുടെ ലോഗിൻ യൂസർ ID ആണ് അവരുടെ റെഫറൽ നെയിമായിട്ട് വരിക. ആ റെഫറൽ നെയിമാണ് കൊടുക്കേണ്ടത്. റെഫറൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ പേര് അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും, റെഫറൽ ആരുടെ റെഫറലാണോ അവരുടെ. ഓക്കെ, ഇനി നമ്മൾ പുതിയ അടിക്കുന്ന ഫുൾ നെയിം എന്നുള്ളിടത്ത് നമ്മളുടെ അടിക്കുന്ന ആളുടെ പേരാണ്, ആരുടെ അക്കൗണ്ടാണോ ID ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ പേരാണ് അടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി എന്നുള്ള പേര് കൊടുത്തു. അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ യൂസർ ID, ലോഗിൻ യൂസർ ID കൊടുക്കണം. അപ്പം നമ്മൾ ഈ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ID ഓപ്പൺ ചെയ്യുമ്പോൾ ഈ യൂസർ ID പാസ്വേഡും കൊടുത്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താണോ യൂസർ ID അത് കൊടുക്കുക കൃത്യമായിട്ട്. യൂസർ ID കൊടുത്തതിന് ശേഷം പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു ഡിജിറ്റ് ഇത്രയും ഉണ്ടായിരിക്കണം. 8 ലെറ്ററിൽ കുറയാതെ ഉണ്ടായിരിക്കണം. ഓക്കെ, പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കോളം കാണാം, അതിൽ നമ്മൾ ടിക്ക് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, ഫേസ് വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ ലോഗിൻ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ഇത് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മൾ ആ യൂസർ ID, ലോഗിൻ യൂസർ ID കൊടുക്കുക. KV നടിക്കേണ്ടത് KB നടിച്ചു. KV ലക്ഷ്മി. ഓക്കെ, അപ്പോൾ നമ്മൾ ID അടിച്ചു കഴിഞ്ഞു. നമ്മളൊന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ആദ്യം നമ്മൾ മെറ്റമാസ്ക് ഓപ്പൺ ചെയ്ത് എത്തേറിയൻ നെറ്റ്വർക്ക് BNB ആക്കുന്നു. BNBയിലൂടെ നമ്മൾ യുബിറ്റ് സ്കാൻ സ്മാർട്ട് ചെയിൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ubit.unitymeter.io അടിച്ചതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്നു.
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് ആ ID തുറന്ന് നമ്മുടെ ഡാഷ്ബോർഡ് കാണാം. ഇത്രയേ ഉള്ളൂ ID അടിക്കുന്ന പ്രോസസ്സ്. ഓക്കെ.